ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വീനെക്ക് പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു മുന്നേ ഞാൻ പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 3 മീറ്റർ ക്ലോത്താണ് എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ബോഡി പാർട്ടാണ് മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ തുണിയെ ചീത്തവശം പുറമേ ആവുന്ന രീതിയിൽ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വീതി വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തു, പിന്നീട് നീളവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ തുണി നാലായിട്ട് മടക്കി ഇടുന്നത് പോലെ നമ്മളിവിടെ മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മടക്ക് വശം എൻ്റെ നേർക്കാണ്, ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്ത്. ഇവിടെ 1 2 3 4 പീസാണ് ഓപ്പോസിറ്റ് വശത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെയും മുകൾ വശത്തും ഫോൾഡ് ഭാഗമാണ് വരുന്നത്, അതുകൊണ്ട് ഞാനവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. കട്ട് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിനാണ് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും താഴ്വശത്തെ പ്ലീറ്റ് ഇട്ട പീസുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്, അതാണ് 14ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 15 ഇഞ്ച് രണ്ട് അറ്റത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 15 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. 2 പോയിൻറ്റും കൂടെ ചേർത്ത് ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇവിടെ നമ്മളിപ്പോൾ ബോഡി പാർട്ടിൻ്റെ ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറും ചെസ്റ്റും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കുർത്തിയുടെ സൈസ് ചാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് ആ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡറിൻ്റെ അതേ വീതി തന്നെ താഴെയും ആ ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെയും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ 2 പോയിൻറ്റുകളും ചേർത്ത് ഒന്ന് വരച്ചതിന് ശേഷം നമ്മൾ നീട്ടി അങ്ങോട്ട് എൽ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്താണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലെങ്ത് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയായിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും ചെസ്റ്റ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാനായിട്ട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ പകുതി ആം ഹോൾ ലെങ്ത് എത്രയാണോ അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ആ പോയിൻറ്റ് ചെസ്റ്റ് റൗണ്ടിൻ്റെ ആദ്യം മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടെ വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് ആം ഹോൾ കർവ് വരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ആം ഹോൾ കർവ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ടേ നമ്മളിത് കട്ട് ചെയ്യാവുള്ളൂ. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചൊന്ന് വിട്ടതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഇതുപോലെ നമ്മൾ ആ ആം ഹോൾ കർവ് വരച്ചതിൻ്റെ ചുറ്റിനും 1/4 ഇഞ്ച് നീക്കി ഒന്ന് അളന്ന് നോക്കുവാണ്. എനിക്കിവിടെ ആം ഹോൾ കർവ് കറക്റ്റ് കിട്ടുന്നില്ല. ഇവിടെ ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ടൈറ്റ് ആകും. അതുകൊണ്ട് ഞാൻ ആം ഹോളിൻ്റെ ലെങ്ത് കുറച്ചുകൂടെ താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തെങ്കിൽ നമ്മൾ താഴ്ത്തി ഒരു 7.5 ഇഞ്ചാക്കി ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുകയാണ്. നേരത്തെ വരച്ച കൂട്ട് തന്നെ താഴ്ത്തി 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നീക്കി ഒന്ന് താഴോട്ടൊന്ന് വരച്ചെന്നേ ഉള്ളൂ. പിന്നീട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതിയും ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 വരുന്ന രീതിയിൽ ആദ്യം മാർക്ക് ചെയ്ത കൂട്ട് തന്നെ നമ്മൾ കർവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആം റൗണ്ട് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റിനും വെച്ച് നമുക്ക് വേണ്ടുന്ന ആം റൗണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ എല്ലാം കണക്ക് വരുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റാണ്, എനിക്ക് കിട്ടേണ്ട അളവ് കിട്ടി. പിന്നീട് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോയിൻറ്റ്, വേസ്റ്റും കൂടെ മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം ഇങ്ങനെ നമ്മൾ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ഇത് കൂട്ടൊന്ന് ഉള്ളിലേക്ക് ഒന്ന് കർവ് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ബാക്ക് ആം ഹോളിലൂടെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെ വശത്തൊരു 1/2 ഇഞ്ചൊന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കർവ് വരച്ച് കൊടുക്കുവാണ്. എൻ്റെ ഭാഗം തൂങ്ങി നിൽക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് എൻ്റെ ഭാഗത്തൊന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കർവ് ചെയ്ത് വരച്ചെടുത്തത്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ എൻ്റെ ഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ച് എടുക്കണം, ഇല്ലെങ്കിൽ സൈഡ് തൂങ്ങി നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തൊന്ന് ഒരു നോച്ചിട്ട് സെൻറ്റർ ഭാഗം അറിയാനായിട്ട് ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ ആ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തത്. നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് ഒന്ന് എടുത്ത് മാറ്റുവാണ്, ബാക്ക് പീസ് എടുത്ത് മാറ്റി. ഇപ്പോൾ ഇത് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പീസാണ്, ഇത് ബാക്ക് പീസും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ബാക്ക് പീസ് എടുത്ത് അതിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. കറക്റ്റായിട്ട് ഒരുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഇതുപോലെ ആം റൗണ്ട് എത്ര ഉണ്ടെന്ന് നമ്മളൊന്ന് അളന്ന് നോക്കുവാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ 2-3 തവണയൊന്ന് അളന്ന് നോക്കണം. ഈ 10.5 ഇഞ്ച് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനുള്ള തുണി ഒന്ന് മടക്കിയിട്ടെടുക്കാവുന്നതാണ്. നമ്മളിനി ബാലൻസ് ഉള്ള തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്നുകൂടെ മടക്കിയിട്ട് എടുക്കുവാണ്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് നമ്മൾ ആം റൗണ്ട് അളന്ന് നോക്കിയല്ലോ, നമുക്ക് 10.5 ഇഞ്ചായിരുന്നു ആം റൗണ്ട് കിട്ടിയത്. ആ 10.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ തുണി മടക്കിയിടുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. 9.5 ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ കുറേയുണ്ട്. 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം തുണി അഡ്ജസ്റ്റ് ചെയ്ത് ആ 9.5 ഇഞ്ച് വീതിയിലേക്ക് ഒന്ന് നമ്മൾ തുണി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടെടുക്കുവാണ്. അതിനുശേഷം ആ വീതിയിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഞാനിവിടെ 9.5 ഇഞ്ച് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ വീതിയിൽ തുണിയൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇടുവാണ്. നമ്മൾ വേസ്റ്റാക്കി തുണി എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് കളയാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ നോക്കിയതിന് ശേഷം തുണി സ്ലീവിനുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് സ്ലീവിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ തുണിയൊന്ന് നിവർത്തിയിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 സ്ലീവിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ ഒരുപോലെ ഒന്ന് നമ്മൾ മടക്കിയിട്ടെടുക്കുവാണ്. വീണ്ടും ഒന്നുകൂടി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 സ്ലീവിനുള്ള പീസാണ് ഈ മടക്കി ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപോലെ വേണം നമ്മൾ മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പം മടക്ക് വശമാണ് എൻ്റെ നേർക്ക് വരുന്നത്, ഓപ്പോസിറ്റ് വശത്ത് ഓപ്പൺ സൈഡുമാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ 9.5 ഇഞ്ചാണ് നമുക്ക് വീതി വേണമെന്നത്. അതിനെക്കാട്ടിനും കുറച്ച് കൂടുതലുണ്ട്, കുഴപ്പമില്ല. നമുക്കിനി ഇതിലേക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് വരുന്നത് 17 ഇഞ്ചാണ്. തയ്യൽ തുമ്പും എല്ലാം കൂടെ ചേർത്ത് 17 ഇഞ്ച് ഞാനിവിടെ ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് ഇവിടെ ഓപ്പൺ സൈഡാണ് വരുന്നത്, 4 പീസ് വരുന്നുണ്ട്. ഈ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് നമുക്ക് നീക്കി ഒരു 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓപ്പൺ വശത്തായിട്ട് നമ്മൾ 3.5 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ സ്ലീവിൻ്റെ ലെങ്തിൽ നിന്ന് ആ 3.5 ഇഞ്ചിലേക്കൊരു ചരിച്ചൊരു ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എത്രയാണോ ബോഡി പാർട്ടിൽ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് 1.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് ബാലൻസ് എത്രയാണ് വരുന്നതെന്ന് നോക്കുക. ഇവിടെ 9 ഇഞ്ച്, അതിൻ്റെ പകുതി 4.5 ഇഞ്ചിലൊരു പോയിൻ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് വെളിയിലേക്ക് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ 4.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ആ 4.5 ഇഞ്ചിൽ നിന്ന് 4 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് എടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് സ്ലീവ് ഓപ്പൺ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് 5 ഇഞ്ച്, പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി നമുക്കിവിടെ നിന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിലേക്ക് ഇതുപോലെ ചരിച്ചൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുവാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിവിടെ 2 സ്ലീവിനെയും നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഇവിടെ നമ്മൾ 2 സ്ലീവ് നല്ല വശം ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപോലെ വേണം നമ്മൾ 2 സ്ലീവ് ഒരുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോച്ചിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് നീക്കി നമ്മൾ ഫ്രണ്ട് ആം ഹോളൊന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ കുഴിച്ച് മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ അത് കട്ട് ചെയ്ത് കളയുവാണ്. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തതെന്ന് അറിയാനായിട്ട് നമുക്ക് സൈഡിലായിട്ടൊരു നോച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കാനുള്ള തുണി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. 3 മീറ്റർ ക്ലോത്തിൽ നമ്മളങ്ങനെ സ്ലീവും ബോഡി പാർട്ടും കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള തുണി ഇതുപോലെ ഇങ്ങനെയൊന്ന് 2ആയിട്ടൊന്ന് മടക്കിയിട്ടെടുക്കുവാണ് ഒരുപോലെ. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ട ആ വീതി വശമാണ് നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ തുണി മടക്കി ഇട്ടെടുക്കുന്നത്. കറക്റ്റായിട്ട് എല്ലാം ഒരുപോലെ ഒന്ന് മടക്കി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ സ്കേർട്ട് പാർട്ടിന് താഴേക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള തുണിയുടെ ലെങ്ത് വേണ്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ 30 ഇഞ്ചാണ് ലെങ്ത് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ചും പിന്നെ ബോഡി പാർട്ടിയായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്, അതാണ് ഞാൻ 30 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ചേർത്ത് 31.5 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ എന്താണ് ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. നമ്മൾ ബോഡി പാർട്ട് 14 ഇഞ്ച് കട്ട് ചെയ്ത് അതിൻ്റെ ബാലൻസാണ് 30 ഇഞ്ച് നമ്മളിപ്പം മാർക്ക് ചെയ്തെടുത്തത്. 30ൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി ഇനി ആ അടയാളപ്പെടുത്തതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതിനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ട ക്ലോത്താണ് ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു, പിന്നെ താഴേക്കുള്ള തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഒക്കെ കട്ട് ചെയ്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മളിന്ന് ഫേസിങ് ഉപയോഗിച്ചാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ബാക്ക് പീസിനും ഫ്രണ്ട് പീസിനുമായിട്ട് 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് മുമ്പിലത്തെ പ്ലീറ്റഡ് കുർത്തിയിൽ ഞാൻ ക്രോസ് പീസ് വെച്ചാണ് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ തുണി ഇങ്ങനെ 2ആയിട്ടൊന്ന് മടക്കി ഇട്ടേക്കുവാണ്. ഇതിലേക്ക് നെക്ക് വിടുത്ത് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ നെക്ക് വിടുത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നെക്ക് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു പീസിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നെക്ക് വിടുത്ത് നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ക്വയർ നെക്ക് വരച്ച് പിന്നീട് അവിടെ ഒരു വി നെക്ക്, ആ സ്ക്വയറിനകത്ത് വരുന്ന ഒരു വി നെക്ക് നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വെളിയിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളൊരു കർവ് വി ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നെക്ക് വിടുത്ത് നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം പുറത്തേക്ക് ഒരു 2 ഇഞ്ച് തുണി എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ഉള്ള തുണി കട്ട് ചെയ്ത് മാറ്റുവാണ്. നിങ്ങൾ നിങ്ങളുടെ നെക്കും വിടുത്തും ലെങ്തും എല്ലാം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് നോച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിൻ്റെ ചോക്കിൻ്റെ ഒരു വശത്തെ മാർക്ക് അപ്പുറത്തേക്ക് കിട്ടാനായിട്ട് തിരിച്ചൊന്ന് മടക്കി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ചോക്കിൻ്റെ പാടൊന്ന് തെളിച്ച് വരച്ച് കൊടുക്കുവാണ് ഇവിടെ. പിന്നീട് ഇതിൻ്റെ 3 സൈഡ് നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ നെക്ക് കട്ട് ചെയ്ത പീസിൻ്റെ 3 സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. 3 സൈഡും അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇനി ഈ പീസ് നല്ല പീസിലേക്ക് വെച്ച് വേണം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഫ്രണ്ട് പീസ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് സെൻറ്റർ ഭാഗത്തൊരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്, തെന്നി പോകാതിരിക്കാനായിട്ടാണ്. പിന്നീട് നമ്മൾ ആ മാർക്ക് ചെയ്ത കർവ് വീയിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. വീയുടെ സെൻറ്റർ ഭാഗത്ത് വരുമ്പോൾ കുത്തി നിർത്തി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം 1/4 ഇഞ്ച് ഒന്ന് നിർത്തി ബാലൻസ് ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ വേണം നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ പീസിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. തയ്യൽ തുമ്പ് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്കല്ല, ഫേസിങ് വെച്ച തുണിയുടെ വശത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് മെയിൻ ക്ലോത്തിലേക്ക് വരാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആ ഫേസിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ പീസിനെ നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ ഏകദേശം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കർവ് വി ആണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫേസിങ്ങിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. നെക്ക് ഇവിടുത്തെ നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബാക്കിൽ റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. അതിനുശേഷം ചുറ്റിനും 2 ഇഞ്ച് നിൽക്കുന്ന രീതിയിൽ ബാലൻസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് മറ്റേ പീസിൽ ചെയ്ത കൂട്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു സൈഡിലെ മാർക്ക് അപ്പുറത്തേക്ക് കിട്ടുന്നതിനായിട്ടൊന്ന് മടക്കി വെച്ചൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയും 3 വശം സൈഡിലൊന്ന് 3 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അതിനുശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് ഈ പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മെയിൻ ക്ലോത്ത് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത പീസ് വെച്ചതിന് ശേഷം ആദ്യം സെൻറ്റർ ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നീട് ആ റൗണ്ട് നെക്ക് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് പീസ് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെയാണ്. ഇനി നമ്മളിത് തിരിച്ച് ഉള്ളിലേക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്രണ്ട് പീസും നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഫേസിങ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ മടക്കി വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ ബാക്ക് പീസിൻ്റെ ഫേസിങ്ങും നല്ല പീസും കൂടെ ജോയിൻ്റ് വരുന്ന സെൻറ്റർ ഭാഗത്തേക്ക് വേണം നല്ല ഫ്രണ്ട് പീസിൻ്റെ ജോയിൻറ്റ് വരാനായിട്ട്. നമ്മൾ കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ അപ്പുറത്തെ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മൾ ചേർത്ത് ഇതുപോലെ ഒന്ന് ആ ബാക്ക് പീസിൻ്റെ ഫേസിങ്ങും നല്ല പീസ് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ ഇടയ്ക്കേക്ക് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കാണിച്ചല്ലോ എങ്ങനെയാണെന്ന്, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിന് 2 സ്റ്റിച്ച് കൊടുക്കണം. ഷോൾഡറിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ പീസിനെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് ഫേസിങ് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മറിഞ്ഞു കിട്ടുന്നതാണ്. പിന്നീട് നമുക്കിതൊന്ന് പതിച്ച് വെച്ച് ബാക്ക് നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ ബാക്ക് നെക്കിൽ നമ്മളിവിടെ ഒന്ന് പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഫേസിങ് ഉള്ളിലേക്ക് വെച്ചൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ എൻഡ് ഭാഗത്ത് 1 ഇഞ്ചാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് അര ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എൻഡ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ ഒരു സ്ലീവിൻ്റെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവിൻ്റെയും അര ഇഞ്ച് ആദ്യം ഒന്ന് മടക്കി പിന്നീട് വീണ്ടും അര ഇഞ്ച് ഒന്നുകൂടെ മടക്കി നമുക്ക് അടുത്ത സ്ലീവിൻ്റെയും എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ 2 സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ബോഡി പാർട്ട് ഇവിടെ ഒന്ന് നിവർത്തി ഇട്ടതിന് ശേഷം ഷോൾഡറിന് ജോയിൻ്റ് ചെയ്ത് അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വരുന്ന രീതിയിൽ കറക്റ്റ് വെച്ച് കൊടുത്ത്, അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത പീസ് ഫ്രണ്ട് വശത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അത് നോക്കി വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു സൈഡിലേക്കൊന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്ത് കൂടെ തന്നെ നമുക്ക് അടുത്ത സൈഡിലേക്കും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അടുത്ത സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ളത്, 4 ഇഞ്ചാണെങ്കിൽ 4 ഇഞ്ച്, അല്ലെങ്കിൽ 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്ലീവിൻ്റെ ഭാഗവും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത സ്ലീവ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഷോൾഡറിനും ജോയിൻ്റ് ചെയ്ത് ആ സെൻറ്ററിൻ്റെ ഭാഗത്തേക്ക് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഒരു സെൻറ്ററിൽ നിന്നുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. കാരണം നമ്മൾ കറക്റ്റ് ആ സെൻറ്റർ ഭാഗം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്ററിൽ വെച്ച് 2 സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മളിവിടെ അടുത്ത സ്ലീവും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഇടവും. അങ്ങനെ നമ്മൾ 2 സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ചീത്ത വശം പുറമേ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ ഇവിടെ 2 സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം പുറമേ ആവുന്ന രീതിയിലൊന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ആദ്യം നമ്മൾ സൈഡിൽ ഒരു 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ്. മുഴുവനിലും അങ്ങനെ പ്ലീറ്റ്സ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലേക്കാണ് നമ്മളിത് പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത്. ആ കറക്റ്റ് അളവിൽ വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുത്തതിന് ശേഷം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് പറയാം. അങ്ങനെ നമ്മളിവിടെ സ്കേർട്ട് പാർട്ടിൽ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്ലീറ്റ്സ് ഇട്ട തുണിയെ നമുക്കൊന്ന് 2 എൻഡ് ഭാഗം കൂടെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങിയതും അവസാനിച്ച എൻഡ് ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ട തുണി ഇങ്ങനെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. വേസ്റ്റ് റൗണ്ട് വരുന്ന രീതിയിൽ റൗണ്ടിൽ നമ്മൾ 2 എൻഡ് ഭാഗം കൂടെ ചേർത്ത് വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. തുടങ്ങുന്ന ഭാഗത്തും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് അവസാനിക്കുന്നിടത്തും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇവിടെ നല്ല വശം ഉള്ളിലാണ്, പുറമേ ചീത്ത വശമാണ്. ഈ നല്ല വശത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്ത് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ചേർത്ത് ഇതുപോലെ ചുറ്റിന് റൗണ്ടിലൊന്ന് അരയിഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെ ഇവിടെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ ചേർത്ത് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണേ.